കാർഷിക മേഖലയിലെ വിജയശില്പികളെ തേടിയുള്ള ഹരിതഭാരതത്തിൻ്റെ ഓരോ യാത്രയും അളവറ്റ സമൃദ്ധിയുടെ അകത്തളങ്ങളിലേക്കാവും ചെന്നെത്തുക. കാർഷിക മുന്നേറ്റത്തിന് മലയാളി കർഷകർ പതിപ്പിച്ചു കൊടുത്ത ഓരോ കയ്യൊപ്പും ആവോളം ഉൾക്കൊള്ളാൻ ഈ യാത്രകൾ കൊണ്ട് സാധിക്കുന്നു. ആലുവയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് അത്തരം ഒരു പുതിയ യാത്രയ്ക്ക് ഇന്ന് ഹരിതഭാരതം തുടക്കം കുറിച്ചത്. ചെമ്മൺ പാതയിലേക്ക് നോട്ടമെറിയുന്ന തീറ്റപ്പുല്ലുകളെ തൊട്ടുണർത്തിക്കൊണ്ടുള്ള ഹരിതഭാരതത്തിൻ്റെ ഈ യാത്ര അക്ഷരാർത്ഥത്തിൽ പുതിയൊരു അനുഭവമായിരുന്നു. ഇന്നലെ പെയ്ത മഴയിൽ ചുവന്ന ചെളി പുതഞ്ഞുപോയ ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൂരെ കറതീർന്ന വെണ്മ കാത്തിരിക്കുന്ന സന്തോഷമായിരുന്നു. ഒട്ടനവധി കാമധേനുക്കൾ ഒരേ നിരയിൽ നിന്ന് ഈ വരവിന് സ്വാഗതമോദി. മലയാളി മടിച്ചു തുടങ്ങിയ കാലി വളർത്തലിൻ്റെ മറ്റൊരു മുഖം തേടി ഇറങ്ങിയ ഹരിതഭാരതം ഒടുവിൽ എത്തിച്ചേർന്നത് ഈ കാലിത്തൊഴുത്തിലാണ്. ഭാരതീയ സങ്കല്പങ്ങളിൽ പാലിനും പശുവിനുമുള്ള സ്ഥാനം കൈയടക്കുവാൻ ഇതുവരെ മറ്റൊന്നിനും കഴിഞ്ഞിട്ടില്ല. പാൽപാത്രങ്ങളുമായി സൊസൈറ്റിയിലേക്ക് പോകുന്ന ക്ഷീരകർഷകർ ഇല്ലായിരുന്നുവെങ്കിൽ മലയാളിയുടെ സുപ്രഭാതങ്ങൾക്ക് ഈ പകിട്ട് ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. ക്ഷീരസമൃദ്ധമായ ഈ കാലിത്തൊഴുത്ത് സൗത്ത് വാഴക്കുളത്തെ TR ബാബുവിൻ്റേതാണ്. ഇദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയുള്ള മനസ്സും അധ്വാനിക്കുന്ന ശരീരവുമാണ് ഈ മിണ്ടാപ്രാണികളുടെ മേൽനോട്ടക്കാർ. തീറ്റയ്ക്ക് കയ്യിലൊതുങ്ങാത്ത വിലയും പച്ചപ്പുൽ ക്ഷാമവുമുള്ള ഇക്കാലത്ത് കാലി വളർത്തൽ സാഹസികമായ ഒന്നാണെന്ന് പറയാതെ വയ്യ. കൃഷിയിടത്തിന് വേണ്ട ചാണകം മാത്രം ലക്ഷ്യം വെച്ച് വളരെ ക്ലേശതയോടെ ഒന്നോ രണ്ടോ മാത്രം കാലികളെ വളർത്തുന്ന മലയാളി കർഷകർ ടിയിൽ മയിൽപ്പീലി കറിയുള്ള ഈ പശുക്കളുടെ ക്ഷീരബലത്തെക്കുറിച്ച് കേൾക്കുക തന്നെ വേണം. ബാബു ഒരു കർഷകനായിരുന്നില്ല എന്നു തന്നെയുമല്ല, ചെറുപ്രായം മുതൽ വെള്ളക്കോളർ ജോലിയിൽ വിരാജിച്ചവനുമാണ്. എയർ ട്രാവൽ എൻ്റർപ്രൈസസിൽ വളരെയധികം ഉയരങ്ങൾ കീഴടക്കാമായിരുന്ന ഫൈനാൻസ് മാനേജർ തസ്തികയിലിരിക്കവെയാണ് ജോലി രാജിവെച്ച് കൃഷിയിലേക്ക് തിരിഞ്ഞത്. അവിശ്വസനീയമായ ഈ ചുവടുമാറ്റത്തിന് ബാബു തന്നെ കാരണം പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടെൻഷൻ ഉള്ളൊരു ജോലിയായിട്ടാണ് എനിക്ക് അതിനെ തോന്നിയിരിക്കുന്നത്. വളരെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ ഏകദേശം ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ഓഫീസിലേക്ക് പോകണം. ഇതിൽ എൻ്റെ ഒരു കുടുംബജീവിതം തന്നെ ഒരു സുഖമല്ലാത്ത രീതിയിലാണ്. കാരണം ഈ രാവിലെ 6 മണിക്ക് പോകുന്നു, മക്കളെ പോലും ശരിക്കും കാണാൻ പറ്റുന്നില്ല. രാത്രി 10-11 മണിയാകുമ്പോൾ വരുന്നുള്ളൂ. അപ്പോൾ അതിലൊരു ചേഞ്ച് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ബാബുവിൻ്റെ പ്രിയമിത്രം കോര ജോണാണ് കാലി വളർത്തലിൻ്റെ അപാര സാധ്യതകളെക്കുറിച്ച് ആദ്യം പറഞ്ഞുകൊടുത്തത്. പിരിമുറുക്കം മുറ്റിയ ജോലി തിരക്കിൽ നിന്ന് സ്വസ്ഥത ആഗ്രഹിച്ച സമയമായിരുന്നു. കാലി വളർത്താമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു. ചെറുപ്പം മുതലേ പശുക്കളോടുള്ള വാത്സല്യവും താൽപ്പര്യവും ഒരു ഡയറി ഫാം തുടങ്ങുവാൻ ബാബുവിന് പ്രചോദനമായി. എനിക്കത് ചെറുപ്പം തൊട്ടേ ഒരു ചെറിയൊരു ഫാം ലൈഫിൽ എനിക്കൊരു ചെറിയ താല്പര്യം ഉണ്ടായിരുന്നതാണ്. അതിനകത്ത് എനിക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അങ്ങനെയാണ് ഈ ഡയറി ഫാം തുടങ്ങാൻ ഉദ്ദേശിച്ചത്. അതിനകത്ത് ചില റിസ്ക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഡയറി ഫാമിലും ഉണ്ട്, തുടങ്ങുന്നതിലും ഉണ്ട്. ഇപ്പോൾ ഏത് വ്യവസായമാണെങ്കിലും റിസ്ക്കും കാര്യങ്ങളും ഉണ്ടല്ലോ. എന്നാലും എനിക്ക് തോന്നുന്നത് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായ അത്രയും ടെൻഷനും റിസ്ക്കും ഇതിനകത്തില്ല. ഇതിൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഇതിലനുസരിച്ച് ഞാൻ വളരെ ഹാപ്പിയാണ്. തുടക്കം 2 പശുക്കളുമായിട്ടായിരുന്നു. അവയെ വളർത്തുക വഴി ബാബുവിന് അനുഭവങ്ങൾ കൂടുതൽ ലഭിച്ചു. രോഗം, തീറ്റക്രമം, വളർച്ചാ സാഹചര്യങ്ങൾ എന്നിവയെപ്പറ്റി പ്രായോഗികമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും പശുക്കളുടെ എണ്ണം 10ആയി. പണിത്തിരക്കും വരുമാനവും കൂടിക്കൂടി വന്നു. പതുക്കെ പതുക്കെ പുതിയ കാലികൾ ഓരോന്നായി തൊഴുത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ബാബുവിൻ്റെ തൊഴുത്തിൽ 40-ലധികം പശുക്കളുണ്ട്. തുള്ളിച്ചാടി നടക്കുന്ന 10ഓളം കിടാങ്ങൾ വേറെയും. കോയമ്പത്തൂരിൽ നിന്നാണ് ബാബു പശുക്കളെ വാങ്ങുന്നത്. അവിടെ നല്ല ഇനം പശുക്കൾ യഥേഷ്ടം ലഭിക്കുന്നു. നമ്മുടെ നാട്ടിൽ ലക്ഷണമൊത്ത പശുക്കുട്ടികൾ കുറവാണെന്നതിനാൽ ഇക്കാര്യത്തിൽ തമിഴ്നാടിനെ ആശ്രയിച്ചേ മതിയാവൂ. അവിടെ ഓരോ വീട്ടിലും ഇവയെ വിൽക്കാനുണ്ടാവും. കോയമ്പത്തൂർ, പല്ലടം ആ ഭാഗത്തൊക്കെ ഒരുവിധം നല്ല പശുക്കളെ കിട്ടാനുണ്ട്.
അത് ഈ HF ഇതിൽപ്പെട്ട ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഇപ്പോഴത്തെ ഇതിനകത്ത് തരക്കേടില്ലാതെ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് അതിന് ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്നാലും ഈ പറയുന്ന മിൽക്കിങ്ങും ആ ലോങ് മിൽക്കിംഗ് എല്ലാം കിട്ടാൻ ഈ ഇനത്തിൽപ്പെട്ട പശുവായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം.